Hey guys, welcome to my Thailand travel stories. By the way, this was my first international trip. Okay, പട്ടായയുടെ ആ ഒരു ബീച്ച് വൈബിൽ നിന്നും ബാങ്കോക്കിലെ ഈ സിറ്റി റഷൊക്കെ പിടിച്ച് ഞങ്ങൾ നേരെ ചെയ്യുന്നത് ഫുക്കറ്റിലെ ആ ഒരു പീസ് ആൻഡ് കാംഫുൾ ഏരിയയിലേക്കാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് തായ്ലൻഡ് വാസ് ജസ്റ്റ് എ കോമൺ പ്ലേസ്, എല്ലാവരും ട്രിപ്പ് പോകുന്നൊരു സ്ഥലം. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, അങ്ങനെ ഒന്നുമല്ല കേട്ടോ. തായ്ലൻഡ് ഹാസ് സംതിങ് ദാറ്റ് ട്രൂലി ഹോൾഡ് അസ് ദർ. ശരിക്കും പറയാലോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ ഓരോ മൊമെൻറ്റ്സും എൻജോയ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ മെയിൻലി പറയാനുള്ളത് തായ് കൾച്ചർ, അതേപോലെ തന്നെ അവിടെയുള്ള ഫുഡ്, പിന്നെ സ്ട്രീറ്റ് മാർക്കറ്റ്സ് എല്ലാം അടിപൊളിയാണ് കേട്ടോ. ആ ഓരോ എക്സ്പീരിയൻസും ശരിക്കും പറഞ്ഞാൽ ഒരു ചേഞ്ചിങ് മൊമെൻ്റ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു ട്രിപ്പായിരുന്നു ഈ ഒരു തായ്ലൻഡ് ട്രിപ്പ് എന്ന് പറയുന്നത്. സോ ഇനി വരാൻ പോകുന്ന 4 to 5 വ്ളോഗ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ 4 to 5 ഡേയ്സ് ഇൻ തായ്ലൻഡ് ആണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ പട്ടായയും ബാങ്കോക്കും അതേപോലെ തന്നെ ഫുക്കറ്റും ഒക്കെ കവർ ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് ഇനി ഒരു 4-5 വ്ളോഗ് വരുന്നത്. സോ ഗൈസ് പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് എല്ലാ വ്ളോഗും കാണണം കേട്ടോ. അപ്പം വെൽക്കം ടു ദ ഡേ 1 എപ്പിസോഡ് ഓഫ് തായ്ലൻഡ്. Hey guys, welcome back to my video. This is our day 1 of Thailand. അതെ ഗൈസ്, ഇത് ഞങ്ങളുടെ സ്റ്റേയിൽ നിന്നുള്ള വ്യൂ ആണ്. എങ്ങനെയുണ്ടായിരുന്നു ഉറക്കമൊക്കെ? പോയി കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സത്യം ഒരു ബോധമില്ലാതെ കിടന്ന് ഉറങ്ങിയത് കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഹായ് ഗൈസ്, ഹലോ. ഇന്ന് ആക്ച്വലി ഞങ്ങൾ 3 സ്ഥലത്താട്ടോ പോകുന്നത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, സാങ്ച്വറി ഓഫ് ട്രൂത്ത്, പിന്നെ ടൈഗർ പാർക്ക്. ഇവിടെ 3 പോകുന്നത്. അപ്പം 10 മണിക്കാണ് ഞങ്ങൾക്ക് പിക്കപ്പ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇവിടെ 9:30 ആയിരിക്കും, 9:35 ആയിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. 10:30 വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ. പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വണ്ടി വരുന്ന ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇനി വഴി വെച്ച് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. വെൽക്കം ബാക്ക് ടു ദ ഡേ 1 അവരാധം ഓഫ് തായ്ലൻഡ്. അതെ ഗൈസ്, ആ ഒരു വ്ളോഗർ വീട്ടിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റായി. ആൻഡ് ഗൈസ്, ഹിയർ വി ആർ സ്റ്റാർട്ടിങ് അവർ ഡേ 1 നവരാധം ഓഫ് തായ്ലൻഡ്. ഞങ്ങൾ ആദ്യം തന്നെ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ്. യെസ്, ഒരു ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. സത്യം പറഞ്ഞാൽ ലിറ്ററലി എല്ലാ ദിവസവും ഞങ്ങൾ ഡേ സേവ് ചെയ്തിരുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ആക്ച്വലി നമുക്ക് കിട്ടിയിരുന്ന നമ്മളെടുത്ത സ്റ്റേയിൽ നമുക്ക് ഇന്ത്യൻ ആൻഡ് തായ് മിക്സ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ അത്യാവശ്യം നല്ലപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ കഴിച്ചത്. ആൻഡ് ലൈക്ക് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എനർജി ആണല്ലോ. ആ ഒരു എനർജി വെച്ചിട്ടാണ് ഞങ്ങൾ ആ ഒരു ഹോൾ ഡേ സർവൈവ് ചെയ്തത്. അതെ, ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വണ്ടി വന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോയി. ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആട്ടോ. Hi. Hi. Name. My name Num. Nung. Yes. Nung. Yes. Num. Thailand. NUM. Gori home. അവന്റെ നാട്ടിൽ വന്നിട്ട് അവരുടെ വീട് എവിടെ നീ എവിടെ നിന്നാണ്? രാവിലെ ഈ വണ്ടി കയറി ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളുടെ സ്റ്റേക്ക് അകത്തുനിന്ന് ജസ്റ്റ് അടുത്താണ് നമ്മളുടെ പട്ടായ ബീച്ച്. അതൊരു വാക്കബിൾ ഡിസ്റ്റൻസിലാണ്. പിന്നെ അവിടെ എല്ലാം നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പോയി ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മളുടെ കയ്യിൽ ഇങ്ങനെ ഒരു സംഭവം ഒട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എല്ലാ സ്പോട്ടിൽ ചെല്ലുമ്പോഴും ഇങ്ങനെ ഓരോ സ്റ്റിക്കേഴ്സ് നമ്മളുടെ കയ്യിൽ ഒട്ടിച്ച് തന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനുള്ളിൽ പോയിട്ടോ. ആക്ച്വലി ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ ചെന്നിടനെ നമ്മളൊരു കുഞ്ഞി ക്യൂട്ട് ബോട്ടിനകത്ത് കയറ്റിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയിട്ട് നമ്മളോട് പറഞ്ഞു തിരിച്ച് നടന്ന് എൻട്രൻസിൻ്റെ അവിടെ വരെ വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുക. ആക്ച്വലി ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ പ്ലേസ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഫുള്ള് വെള്ളത്തിൻ്റെ മുകളിലായിരിക്കും. അതായത് എല്ലാം ബിൽഡ് ചെയ്തേക്കുന്നത്, കുറേ സ്റ്റോൾസ് ഉണ്ടായിരിക്കും, അങ്ങനെ പല സംഭവങ്ങളുണ്ടായിരിക്കും. അതെല്ലാം വെള്ളത്തിൻ്റെ മുകളിലായിരിക്കും. ആൻഡ് ഇപ്പം 2 സൈഡ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വുഡൻ ബ്രിഡ്ജസ് ഉണ്ടായിരിക്കും. അതേപോലെ വാക്ക് വേസും എല്ലാം വുഡൻ കൈൻഡ് ഓഫ് സംഭവമാണ്. പിന്നെ കുഞ്ഞു കാനൽസും എല്ലാം ഉണ്ടായിരുന്നു. എവിടെ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് വെൻഡേഴ്സ് ഉണ്ടാവും, ലൈക്ക് അവിടെ തായ് കൾച്ചറൽ ഡാൻസസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് ഈ പോകുന്ന വഴി തന്നെ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. തിരിച്ച് നടത്ത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ബോട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോലി ആണ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു.
ഞാൻ പറഞ്ഞ വുഡൻ ബ്രിഡ്ജസ് ആട്ടോ ഈ കാണുന്നത്. ലൈക്ക് സംഭവം അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളത് ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പാക്കി കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ തിരിച്ച് നടന്ന് എൻട്രൻസിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ നേരെ എൻട്രൻസിലേക്ക് നടന്നു പോകാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ആക്ച്വലി ഈ പോകുന്ന വഴി ഫുള്ള് സ്റ്റോളുകളാണ്, അതായത് ഫുഡ് സ്റ്റോൾ ഉണ്ടായിരിക്കും, ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരിക്കും, ഫുൾ ഓഫ് കളർഫുൾ ഷോപ്പുകളായിരുന്നു കേട്ടോ. ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ്, അതേപോലെ പല സംഭവങ്ങളുണ്ടായിരിക്കും. ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് തന്നെ ഭയങ്കര ആളൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. സാധാരണ ഇവിടെ ഭയങ്കര തിരക്കാണെന്നൊക്കെയാണ് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടത്. പക്ഷേ ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കുണ്ടായില്ല. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ട ഫുഡ് ഓൾമോസ്റ്റ് എല്ലാം ട്രൈ ചെയ്ത്. ലൈക്ക് ഫേമസ് ടെൻഡർ കോക്കനട്ടിൻ്റെ എന്തോ ഡ്രിങ്ക് ഉണ്ടായിരുന്നു, ഞങ്ങളത് ട്രൈ ചെയ്തു. പിന്നെ ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഇതേപോലെ തായ് കൾച്ചറൽ വൈബ്സ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ഇതേപോലെ ഡാൻസസ് ഉണ്ടായിരുന്നു. ലൈക്ക് അതെല്ലാം സംഭവം അടിപൊളിയായിരുന്നു. ശരിക്കും നമ്മൾക്കൊരു തായ്ലൻഡ് കൾച്ചറൽ വൈബ്സ് ഒക്കെ അറിയണമെങ്കിൽ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ. ആനയുടെ ഉടുപ്പ് ഫോർ ഇക്കുട്ടൻ. ആദ്യത്തെ കടയിൽ നമുക്കിതിന് 350 തായ് ബാത്താണ് പറഞ്ഞത്. രണ്ടാമത്തെ കടയിൽ 250 പറഞ്ഞു. ചോദിച്ചത് 200 പറഞ്ഞു. ഇങ്ങോട്ട് കാണിച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം ലാഭം. ഇക്കുട്ടൻ എന്തെങ്കിലും ഈ വ്ലോഗ് കാണണേ, എന്നിട്ട് ഇക്കുട്ടൻ ഉടുപ്പാണ്. അങ്ങനെ ഞങ്ങൾ ചെറിയ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയപ്പോഴത്തേക്ക് ഇവിടെ ഫിഷ് സ്പാ സംഭവം കണ്ട്. ആക്ച്വലി എനിക്ക് ഫിഷ് സ്പാ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാൻ പറ്റത്തില്ല. കാലിനകത്ത് ഇക്കളവ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അയ്യോ സഹിക്കാൻ പറ്റത്തില്ലേ. പക്ഷേ നമ്മുടെ ആശിഷും നമ്മുടെ ആശമറിയും റോയും, ആശിഷ് എന്ന് പറയുമ്പോൾ ഒരു ഗുമ്മില്ല, നമ്മുടെ ഐസൂട്ടനും നമ്മുടെ ആശമറിയ റോയും കൂടി എന്ത് ചെയ്തു, ഫിഷ് സ്പാ ചെയ്തു. ആക്ച്വലി കുറേ നേരം ലൈക്ക് പെർ ഹെഡ് 100 ബാത്ത് എന്തോ ആയിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അവർ പറഞ്ഞത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കുറേ മീനുകളൊക്കെ വന്ന് കൊത്തുന്ന കണ്ടപ്പോഴേ എൻ്റെ കാലിക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെയാണ്. ലൈക്ക് ആക്ച്വലി ആ കാല് വൃത്തിയായി എന്നുള്ളൊരു ഫീല് എനിക്കും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും പറയണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ലൈക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ പെറ്റ്സിനെയും ഇതേപോലെ കൊച്ചു കുട്ടികളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആൻഡ് ഇങ്ങനെ നടക്കുമ്പം തന്നെ നമുക്ക് ഫുൾ ഓഫ് സീ ഫുഡിൻ്റെയും ലൈക്ക് അവിടുത്തെ ഒരു തായ് ഫുഡിൻ്റെ മണമാണ് അവിടെ ഉള്ളത്. ഞങ്ങളതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പിന്നെ പക്ഷേ ഒരുപാട് ടൈമില്ലാത്തതുകൊണ്ട് ട്രൈ ചെയ്തില്ല. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ദ തായ്ലൻഡ് മൊമെൻറ്റ്, ഫേമസ് പാറ്റ ആൻഡ് പല്ലിയ പൊരിച്ച സ്റ്റോൾ. അതെ, നമ്മൾ അവിടെ വെച്ചൊരു സ്വീറ്റ് തമിഴ് ഫാമിലി മീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അവരിത് മേടിച്ചിട്ട് ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും അത് ട്രൈ ചെയ്തു. ഇവർക്ക് രണ്ടുപേർക്കും അത് നല്ലപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അത് ഭയങ്കര ഡീപ്പ് ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ അങ്ങനെയാണ് പ്രത്യേകിച്ച് ലൈക്ക് സാധാ ഒരു പൊരിച്ച സാധനം കഴിക്കുന്ന ഇമോഷനാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്കും മുതലേന പൊരിച്ച കടയൊക്കെ മുതലേന തലയൊക്കെ ഇങ്ങനെ വെട്ടി വെച്ചേക്കുന്ന ഒരു കട കണ്ട്. ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ അതിനെ മേടിച്ചു, എന്നിട്ട് മറ്റവർക്ക് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പെപ്പർ ചിക്കൻ്റെ ഫ്ലേവർ ആയിരുന്നു. പക്ഷേ ദ മീറ്റ് വാസ് ഗൈസ് ഭയങ്കര ഹാർഡായിരുന്നു. ഹാർഡ് സൂപ്പർ. ഇല്ല ആൻഡ് ആഫ്റ്റർ ഓൾ ദോസ് ക്രേസി സ്ട്രീറ്റ് ഫുഡ് മൊമെൻറ്റ്സ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ട്രൈ ചെയ്യാൻ വന്നത് മാംഗോ സ്റ്റിക്കി റൈസാണ്. ആക്ച്വലി ഈ തായ്ലൻഡ് പ്ലാൻ ഇട്ടപ്പോഴും ഞങ്ങൾ മൈൻഡിൽ സെറ്റാക്കി വെച്ചൊരു കാര്യമാണ്, എന്തൊക്കെ ആയിക്കോട്ടെ അവിടെ പോയിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണം എന്നുള്ളൊരു കാര്യം. ലൈക്ക് പ്രോപ്പർ അതിൻ്റെ മാംഗോ സ്റ്റിക്കി റൈസ് ശരിക്കും ഉണ്ടാക്കി അവിടെ അല്ല ഞങ്ങൾ കഴിച്ചത്, ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്നാട്ടോ കഴിച്ചത്. ആക്ച്വലി ഭയങ്കര ഹൈപ്പായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഞങ്ങൾ പോയതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് പോയിട്ടുണ്ടായിരുന്നു, അവർക്ക് ഈ മാംഗോ സ്റ്റിക്കി റൈസ് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഹൈപ്പിന് അത്രയൊന്നും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന മാങ്ങയ്ക്ക് എന്തൊരു മധുരമാണെന്നറിയോ. ലൈക്ക് ഇപ്പം ഞങ്ങൾ ചെന്നത് മാംഗോയുടെ സീസൺ പോലും അല്ലായിരുന്നു, എന്നിട്ടും ലൈക്ക് ഇത്രയും മധുരമുള്ള മാങ്ങ കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ റൈസിൻ്റെ ഫ്ലേവറും പിന്നെ ആ മാങ്ങയും. അതേപോലെ തന്നെ ലൈക്ക് ഭയങ്കര ജ്യൂസി ടേസ്റ്റൊക്കെ ഉള്ളൊരു മാംഗോ ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ.
ഫൈനലി ഗൈസ്, ആഫ്റ്റർ ഈ സ്ട്രീറ്റ് ഫുഡും ആൻഡ് ഫൈനലി ഇത് മാംഗോ സ്റ്റിക്കി റൈസും കഴിഞ്ഞ് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. വേറെ എവിടെയുമല്ല, ഇറ്റ്സ് ടൈഗർ പാർക്ക്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പം എന്ത് ഇമോഷൻ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതേപോലെ തന്നെ ചെറിയൊരു പേടിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ടൈഗറിൻ്റെ അടുത്തേക്ക് പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഫുള്ളൊരു ഹാലോവിൻ വൈബായിരുന്നു ഗൈസ് ഇവിടെ. പിന്നെ ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ടൈഗേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും, അവരുടെ അടുത്ത് ഇരിക്കാൻ പറ്റും, പിന്നെ അതിനെ ടച്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരു പ്രോപ്പർ ട്രെയിനേഴ്സ് അസിസ്റ്റൻസ് ഒക്കെ കൊണ്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ട്രെയിനേഴ്സ് ഇല്ലാണ്ട് നമ്മൾ അതിനുള്ളിലേക്ക് കയറ്റത്തില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ ടൈഗേഴ്സും ഭയങ്കര സൂപ്പർ കാം ആൻഡ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടൈഗേഴ്സ് ആയിരുന്നു. ലൈക്ക് ഫ്രം ദ ബേബി സ്റ്റേജ് മുതൽ തന്നെ അവരെ പ്രൊഫഷണലി റേസ് ചെയ്ത് കൊണ്ടുവന്ന് അവർ മനുഷ്യരായിട്ട് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ടൈഗേഴ്സാണ്. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് 3 കാറ്റഗറീസിലാണ്. ലൈക്ക് ഒരു സ്മോൾ, മീഡിയം, ബിഗ്, സൂപ്പർ ബിഗ് ടൈഗേഴ്സ്, അങ്ങനത്തെ കാറ്റഗറീസിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഞങ്ങൾ വീണത് ഈ കുഞ്ഞ് ടൈഗേഴ്സിൻ്റെ മുമ്പിലാട്ടോ. ലൈക്ക് നമ്മളിൽ പൂച്ചസർ എന്നൊക്കെ വിളിക്കുന്ന കുറേ പൂച്ചകളുണ്ടല്ലോ, അമ്മാതിരി കുരുത്തക്കേട് കാണിച്ച് നടക്കുന്ന 2-3 കുഞ്ഞ് ടൈഗേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഫോട്ടോ എടുക്കാൻ കയറിയത് അവരുടെ അടുത്തായിരുന്നു. പിന്നെ ഓരോ ടൈഗേഴ്സിന് ഓരോ സ്ഥലത്താണ് ഇട്ടേക്കുന്നത്. ഈ കാണുന്നത് വൈറ്റ് ടൈഗർ ആട്ടോ. ഇത് ഒരെണ്ണത്തിന് മാത്രമേ ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ ചുമ്മാ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് കുറേ അധികം നടന്നു. കാരണം കുറേ ടൈഗേഴ്സിനെ പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ അവിടെ കറങ്ങി തിരിഞ്ഞ് നടന്ന് ഞങ്ങളെ പേരും അഡ്രസ്സും മേൽവിലാസവും ഒക്കെ എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ കുഞ്ഞ് ടൈഗേഴ്സിന് പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും മിസ് ആശ മറിയം റോയും കൂടെ 2000 ബാത്ത്, അറൗണ്ട് 4000 ഇന്ത്യൻ റുപ്പീസ് നമ്മൾ ചിലവാക്കി കുഞ്ഞ് ടൈഗേഴ്സിനെ പാമ്പർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കയറി ഗൈസ്. പിന്നെ ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. ലൈക്ക് നമ്മൾ കൈയൊക്കെ ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുക. അതേപോലെ തന്നെ ലൈക്ക് എവിടെ ഇരിക്കണം, അതിൻ്റെ ഏത് സൈഡിലാണ് ഇരിക്കേണ്ടത്, അതിൻ്റെ ഏത് സൈഡിലേക്ക് പോകാൻ പാടില്ല, എവിടെയൊക്കെ ടച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്ക് അവർ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഉറങ്ങിക്കിടന്ന ടൈഗേഴ്സാണ്. ആക്ച്വലി ഇവർക്ക് കഴിക്കാൻ വേണ്ടി ആ പാല് കൊണ്ടുവന്നപ്പം ആ 3 എണ്ണവും കൂടെ അതിന് വേണ്ടി കിടന്ന് അടി ഉണ്ടാക്കുന്നതാണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് നമ്മളുടെ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി ഉണ്ടാക്കുന്ന സെയിം സംഭവം തന്നെ. പക്ഷേ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം ഇതൊക്കെ മാന്തി കഴിഞ്ഞാൽ അറിയത്തില്ലല്ലോ. പിന്നെ ഇത് കൊടുത്തോണ്ടിരിക്കുന്നതിനിടെ ഞങ്ങളടുത്ത് പറഞ്ഞു നിങ്ങൾ തന്നെ ഫീഡ് ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് മൊമെൻറ്റ് ഗൈസ് അടിപൊളിയായിരുന്നു. ആശാമരം റോയി മാത്രമല്ല ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ലൈക്ക് അടിപൊളിയായിരുന്നു. ഞാൻ പിന്നെ ഇത്രയും ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്ന എന്തിനാണെന്ന് ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. കാരണം എനിക്ക് ഈ പൂച്ചകളെയും എല്ലാത്തിനും എനിക്ക് അത്യാവശ്യം നല്ല പേടിയാണ്, ഇങ്ങനെ മാന്തോ എന്നുള്ള പേടി. പിന്നെ ഞാൻ അതിനെ ഇങ്ങനെ പാമ്പർ ചെയ്ത് സത്യം പറഞ്ഞാൽ ഒരെണ്ണത്തിനടുത്ത് വീട്ടിൽ കൊണ്ടുവരാനുള്ള മൈൻഡായിരുന്നു ഇങ്ങനെ അതിനടുത്തിരുന്നപ്പം തന്നെ. പിന്നെ ഈ ട്രെയിനേഴ്സൊക്കെ ഉള്ളപ്പം നമ്മൾ സേഫ് ആണല്ലോ എന്നുള്ളൊരു തോട്ടിൽ നമുക്ക് ലൈക്ക് ആ ഒരു അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറയത്തില്ലേ, അതായിരുന്നു. പിന്നെ കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ അങ്ങേറ്റ് കുരുത്തക്കേട, ചുമ്മാ വെറുതെ ഇരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിക്കുമായിരുന്നു. പിന്നെ ഇവിടെ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും കയറിയതുകൊണ്ട് തന്നെ ഒരാളിരിക്കുമ്പോൾ മറ്റേ ആൾക്ക് വീഡിയോ ഫോട്ടോ, പിന്നെ ഞാൻ ഇരിക്കുമ്പോൾ ആശയ്ക്ക് എൻ്റെ വീഡിയോ ഫോട്ടോ അങ്ങനെ എടുക്കാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ DSLR ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് എക്സ്ട്രാ നമ്മൾ എത്രയോ ലൈക്ക് വലിയ എമൗണ്ടാണ് ഇവിടെയൊക്കെ അവർ നമ്മളോട് ചോദിക്കുന്നത് തന്നെ. ഇപ്പം എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ടൈഗർ പാർക്ക് വിസിറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ അവരിങ്ങനെ കിടന്നുറങ്ങിയപ്പം നമ്മളിങ്ങനെ ബാക്കിൽ പോയി പാമ്പർ ചെയ്തുകൊണ്ടിരുന്നായിരുന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ ആ ട്രെയിനേഴ്സ് പറഞ്ഞു നിങ്ങൾ തല അതിൻ്റെ മുകളിലേക്ക് വെച്ചേക്കാൻ. ആൻഡ് എൻ്റെ അമ്മോ, ലൈക്ക് ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് എന്നൊക്കെ പറയത്തില്ലേ, സംഭവം അടിപൊളിയായിരുന്നു. എനിക്ക് ടൈഗർ പാർക്ക് വിസിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ അധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ സാങ്ച്വറി ഓഫ് ട്രൂത്തിലേക്ക് പോയി. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് പോലത്തെ ഒരു സ്ഥലം കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ് ഈസ് ഫുൾ ഓഫ് വുഡ്. ഈ സാങ്ച്വറി ഓഫ് ട്രൂത്തിനെ പറ്റി പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്, ആദ്യമേ അതൊക്കെ പറയാട്ടോ. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് സാധാരണ സ്റ്റിക്കറിന് പകരം ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഒരു ബാൻഡ് ആയിരുന്നു ഇട്ട് തന്ന. ആൻഡ് ഈ ബാൻഡ് ഇട്ട് തന്ന ഈ ഒരു പുള്ളിക്കാരനുണ്ടല്ലോ ഭയങ്കര ക്യൂട്ടായിരുന്നു കേസ്, നല്ല അടിപൊളിയായിരുന്നു. അയാളുടെ ചിരിയും അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും സവാട്ടിക്കൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നേരെ സാങ്ച്വറി ഓഫ് ട്രൂത്തിലേക്ക് പോയി. ഇവിടെ ഓരോ ബാച്ച് വൈസ് ആണ് ആൾക്കാരെ കയറ്റുന്നത്. ഹലോ, വി ആർ ബാക്ക്. നമ്മളിപ്പോ എവിടെയാ? നമ്മള് സാങ്ച്വറി ഓഫ് ട്രൂത്ത് കേട്ടോ. ഞങ്ങൾ സാങ്ച്വറി ഓഫ് ട്രൂത്തിലാണ്. ഞങ്ങൾക്ക് 2:20 ഞങ്ങളുടെ ഗൈഡ് വന്ന് ഞങ്ങൾ എങ്ങോട്ടോ അകത്തോട്ട് കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ പുറത്ത് കുറെ കുതിരയും ആടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വെള്ളക്കുതിരയുണ്ട്, വെള്ളക്കുതിര. പിന്നെ ഈ ഒരു കുതിരയുടെ കൂടെ ഫോട്ടോ എടുക്കുന്നതിന് ഒരാൾക്ക് 50 രൂപ.
പിന്നെ 50 തായ് ബാത്ത് കൊടുത്ത് എന്താ പറയുക, ആ ഒരു കുതിരയായിട്ട് ഫോട്ടോ എടുക്കാനുള്ള മൈൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ അടുത്തേക്ക് പോയി. ലൈക്ക് ഓരോ ബാച്ച് വൈസ് ആണ് ഇവിടെ ആൾക്കാരെ കൊണ്ടുപോകുന്നത്. ഓരോ ലാംഗ്വേജ്, ഇംഗ്ലീഷ്, കൊറിയൻ, തായ്, അങ്ങനെ ഓരോ ലാംഗ്വേജ് വൈസ് ആണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളെ ഗൈഡ് ശരിക്കും പറഞ്ഞാൽ 2:30 2:40 ആ ഒരു ടൈമിൽ നമ്മൾ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞത്. ഈ കാണുന്നതാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫുൾ ഓഫ് വുഡ് കാർവിംഗ് ആണ്. ഇവിടെ സ്റ്റീലില്ല, സിമെൻ്റ് ഇല്ല, അങ്ങനെ ഒരു സംഭവവും ഇല്ല. ഫുള്ള് വുഡാണ്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. പിന്നെ കുറേയധികം മിത്സും കുറേ അവർക്കുള്ള വിശ്വാസങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ വഴിയെ പറഞ്ഞു തരാവേ. ഹലോ, വി ആർ ഗോയിങ് ടു ദ സാങ്ച്വറി ഓഫ് ട്രൂത്ത്. ടോട്ടൽ 7 ട്രൂത്ത് ഉണ്ട്. ഇതെല്ലാം ഞാൻ പറ്റുമെങ്കിൽ വോയിസ് ഓവർ ആയിട്ടിടാം, കാരണം ബിഗ് സ്റ്റോറി. പിന്നെ നമുക്ക് നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ ആ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ എൻട്രൻസിന് സൈഡിൽ കുറേ റെസ്റ്റോറൻറ്റ്, കഫേ, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അവിടെ നമ്മൾ അവിടെ കയറിയിട്ട് ഒരു ഡ്രിങ്ക്സും അതേപോലെ നഗറ്റ്സും റോളും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ പോവുകയാണെങ്കിൽ ഇവിടെ കയറിയിട്ട് ആ നഗറ്റ്സ് മസ്റ്റ് ട്രൈ ഐറ്റം കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചതിൽ, ഇത്രയും നാൾ കഴിച്ചതിൽ എനിക്കിഷ്ടപ്പെട്ട വൺ ഓഫ് ദ ബെസ്റ്റ് നഗറ്റ്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലൊന്നും അല്ല, പക്ഷേ ഇത് അടിപൊളിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കൂടാതെ നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് കഴിച്ച മാംഗോ സ്റ്റിക്കി റൈസിന് വേറൊരു ടേസ്റ്റായിരുന്നു, ഇവിടെ കിട്ടിയതിന് വേറൊരു ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ ഒരു വലിയ ഫാനാണെന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, മാങ്ങയുടെ മധുരവും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ പുറത്ത് എന്താ പറയുക, കോഴികളും ആടും മുയലും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഇവിടെ എന്ത് ചെയ്യാം, കാശ് കൊടുത്ത് ഫുഡ് വാങ്ങിച്ചിട്ട് ഇവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡ്രസ് കോഡ് ഉണ്ട് കേട്ടോ. ലൈക്ക് സ്ലീവ്ലെസ്, അതേപോലെ തന്നെ മുട്ടിന് താഴെ ഇല്ലാത്തത് അതൊന്നും അലോ ചെയ്യില്ല. അതൊക്കെ അവരുടെ എന്താ പറയുക, ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ പുറത്ത് തന്നെ നമുക്ക് റെൻറ്റിനെടുക്കാൻ പറ്റുന്നൊരു കടയൊക്കെ ഉണ്ട്. പിന്നെ അറൗണ്ട് 64 സ്റ്റെപ്സ് നമ്മൾ ഇറങ്ങിയിട്ടാട്ടോ ഈ സാങ്ച്വറി ഓഫ് ട്രൂത്തിലേക്ക് പോകുന്നത്. ഇറങ്ങുമ്പോൾ തന്നെ ഇവർ നമുക്കൊരു വൈറ്റ് ഹെൽമെറ്റ് തരും. എന്തിനാന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വർക്ക് എന്ന് തീരുമെന്ന് അവർക്ക് ഒരു ഐഡിയ ഇല്ല. ലൈക്ക് ഇത് ഫുൾ ഓഫ് വുഡനായതുകൊണ്ട് തന്നെ ഒരിടത്ത് വർക്ക് കഴിയുമ്പം അടുത്തടുത്ത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് അവിടെ റീവർക്ക്. അതുകൊണ്ട് തന്നെ പിന്നെ ഓരോ ടൈമിൽ അവർ ഓരോ സ്ഥലത്ത് റീവർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് എന്താ പറയുക, ഇതെന്ന് ഈ വർക്ക് കഴിയുമെന്ന് അവർക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വുഡ് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. ലൈക്ക് 2 വുഡ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ അവർക്കൊരു പ്രത്യേക ഹുക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വുഡൻ ഹുക്ക് തന്നെയുണ്ട്. അങ്ങനെയാണ് അവർ ഈ ഫുൾ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ ഒരു ടെമ്പിൾ അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. പിന്നെ സാങ്ച്വറി ഓഫ് ട്രൂത്ത് പുറത്തുനിന്നാണ് നല്ല അടിപൊളിയാട്ടോ. പക്ഷേ ഇവിടെ ഒരു ഡീപ്പർ മീനിങ് ഉണ്ട്. അതായത് ഈ ഹോൾ ബിൽഡിംഗ് ബേസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 7 ട്രൂത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതായത് 7 റിമൈൻഡേഴ്സ് അബൌട്ട് ലൈഫ് എന്നൊക്കെ പറയത്തില്ലേ. പിന്നെ നമ്മൾ ഈ സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ കയറി പോകുമ്പം അവിടെയുള്ള സ്റ്റെപ്സിലെല്ലാം കാർവ് ചെയ്തേക്കുന്നത് ടൈഡ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് സ്വിം ചെയ്യുന്ന അക്വാട്ടിക് ക്രിയേച്ചേഴ്സിനെയാണ്. ഇത് മെയിൻലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റി യൂഷ്വലായിട്ട് ഫോളോ ചെയ്യുന്ന ഐഡിയാസ്, ബിലീഫ്സ്, നോംസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതിനെയൊന്നും ബ്ലൈൻഡ്ലി അക്സെപ്റ്റ് ചെയ്യാതെ ട്രൂത്ത്, അതായത് ഈ ഹോൾ കാസിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ട്രൂത്ത് ഓഫ് ലൈഫിനെയാണ്. അപ്പം നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കയറുക മീൻസ് നമ്മൾ സത്യം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നു എന്ന ആ ഒരു ഐഡിയോളജിയാണ് അവർ ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടോട്ടലി 7 ട്രൂത്ത് ഓഫ് ലൈഫ് ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഹു ആർ വി ആൻഡ് വേർ ആർ വി ഫ്രം. ഈ ട്രൂത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇക്വാലിറ്റിയുടെ ഒരു കോൺസെപ്റ്റാണ്. അതായത് നമ്മൾ എത്ര റിച്ച് ആണോ, നമ്മൾ എവിടെ നിന്നാണോ വന്നത്, നമ്മൾ ഇത് റിലീജിയനിലാണോ വിശ്വസിക്കുന്നത്, അതൊന്നും മാറ്ററല്ല. എല്ലാവരും ഒരേപോലെയാണ്. യൂഷ്വലി ഈ മനുഷ്യർ ഉണ്ടായിരിക്കുന്നത് 4 നാച്ചുറൽ എലമെൻസിൽ നിന്നാണെന്നാണ് പറയുന്നത്. എർത്ത്, വാട്ടർ, എയർ ആൻഡ് ഫയർ. സോ ഒറിജിൻ സെയിം ആണ്. സോ എല്ലാവരും ഈക്വലാണ്. ആ ഒരു കോൺസെപ്റ്റാണ് ഫസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്. സെക്കൻഡ് ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ ഹൗ ഡു വി സർവൈവ് അല്ലെങ്കിൽ ഹൗ ഡു വി ലീവ്. ഇത് മെയിൻലി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതായത് ആർ ലൈഫ് ഈസ് എ പാർട്ട് ഓഫ് നേച്ചർ സൈക്കിൾ എന്ന് പറയാം. ബർത്ത്, ഗ്രോത്ത്, ഏജിങ്, പെയിൻ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ മനുഷ്യർക്കും സെയിം ജേർണി ഓഫ് ലൈഫാണുള്ളത് വിത്ത് സർട്ടൻ അപ്സ് ആൻഡ് ഡൗൺസ്. സോ ഇതാണ് സെക്കൻഡ് ട്രൂത്ത് ഓഫ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ തേർഡ് വൺ എന്ന് പറയുന്നത് എൻഡ് ഓഫ് ലൈഫ്. എൻഡ് ഓഫ് ലൈഫ് എന്താണെന്ന് വെച്ചാൽ ലൈഫ് എൻഡ്സ് ഇൻ ഡെത്ത്, റൈറ്റ്? സോ ആ സമയത്ത് നമ്മുടെ പൊസിഷൻസ് ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല. നമ്മൾ എന്താണോ ചെയ്തത് എക്സിസ്റ്റ് ആവുന്നത് നമ്മളുടെ ആക്ഷൻസും നമ്മളുടെ ഡീഡ്സും, നമ്മൾ ചെയ്ത ഡീഡ്സൊക്കെ ആയിരിക്കും പിന്നെ അവിടെ എക്സിസ്റ്റ് ആവുന്നത്.
ഫോർത്ത് ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ സാമ്പിൾസ് ഓഫ് സിവിലൈസേഷൻ. ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോകം തന്നെ ചേഞ്ച് ചെയ്ത ഗ്രേറ്റ് ഇൻഡിവിജ്വൽസിൻ്റെയും ലീഡേഴ്സിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നാണ്. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഐഡിയാസ്, വാല്യൂസ്, വിസ്റ്റം ഇതെല്ലാം ഹ്യൂമാനിറ്റിയിൽ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം സാങ്ച്വറി ഓഫ് ട്രൂത്ത് റിമൈൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ആളുടെ ഗുഡ് ആക്ഷൻസ്, ഗുഡ് ഐഡിയാസ് ഇതെല്ലാം ഈവൻ സെഞ്ച്വറീസ് കഴിഞ്ഞാലും വേൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് ഈ ഒരു ഫോർത്ത് ട്രൂത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിഫ്ത്ത് ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് ലൈഫ്. ഇത് മെയിൻലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഓരോ പേഴ്സൺസും ലൈഫിൽ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഗോൾ കണ്ടുപിടിക്കണം. എന്തിനാന്ന് വെച്ചാൽ മീനിങ് ഫുള്ളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടോ പോസിറ്റീവായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ലൈഫിലൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. സിക്സ്ത് ട്രൂത്ത് എന്താണെന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഈസ് എ ടു സൈഡഡ് കോയിൻ. അതായത് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ടു സൈഡഡ് കോയിനാണ്. ഇറ്റ് ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്റ്റ്. അതായത് ഒരു ഗുഡ് സൈഡും ഉണ്ടായിരിക്കും, ഒരു ബാഡ് സൈഡ് ഉണ്ടായിരിക്കും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ചോയ്സ് ആൻഡ് ആക്ഷൻസ്. സെവൻത്ത് ട്രൂത്താണ് ബിഗിനിങ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടെ മെയിൻലി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലിയുടെ കോൺസെപ്റ്റ് ആട്ടോ പറയുന്നത്. അതായത് ഫാമിലിയാണ് നമ്മുടെ ഫസ്റ്റ് സ്കൂൾ, ടീച്ചർ ആൻഡ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത്. അവിടെ ഒരു ഫാമിലി സ്കൾപ്ചർ തന്നെ ഉണ്ട്. അത് സിംബോളൈസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ഫാമിലി, അല്ലെങ്കിൽ ദ പീപ്പിൾ ഹൂ വിൽ ലവ്, അല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യുന്ന നമുക്ക് സേഫായിട്ട് തോന്നുന്ന പീപ്പിൾസ്. സോ ആ ഒരു ഫാമിലിയിൽ നിന്നാണ് ഒരു സൊസൈറ്റി ബിഗിൻ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. സോ ഇതൊക്കെയാണ് സാങ്ച്വറി ഓഫ് ട്രൂത്തിലെ 7 ട്രൂത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് എത്രത്തോളം നമുക്ക് കണക്റ്റ് ആവും എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ ആട്ടോ. ലൈക്ക് ഒരു വുഡൻ മാജിക് എന്ന് വേണമെങ്കിൽ പറയാം. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ സീ ആണ്. അതായത് കടലിങ്ങനെ പരന്ന് കിടക്കുക. സോ അതും വേറൊരു കിടിലം വൈബ് തന്നെ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് കുറേ കാറ്റൊക്കെ കിട്ടും. സോ ഇപ്പം നിങ്ങൾ ഈ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളും ഇങ്ങനത്തെ കുറേ പഴയ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സാങ്ച്വറി ഓഫ് ട്രൂത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇത് അങ്ങനെ ഒരു സ്ഥലമാണ്. ഇറ്റ്സ് ഫുൾ ഓഫ് ഒരു വുഡൻ മാജിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സോ ഗൈസ്, ദാറ്റ്സ് എ റാപ്പ് ഫ്രം ദിസ് സാങ്ച്വറി ഓഫ് ട്രൂത്ത്. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതോടുകൂടി എൻ്റെ തായ്ലൻഡ് സ്റ്റോറി തീർന്നിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് ഡേ 1 ഗൈസ്. ഇനി ഡേ 2 ഉണ്ട്, ഡേ 3 ഉണ്ട്, ഡേ 4 ഉണ്ട്. ഞങ്ങൾ ഫുക്കറ്റിൽ തിരിച്ച് കൊച്ചിയിൽ എത്തുന്നത് വരെയുള്ള വ്ളോഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അപ്പം ഈ വ്ളോഗ് എല്ലാം നിങ്ങൾ കാണണം. എന്നിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് പറയണം എങ്ങനെയുണ്ടെന്ന്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.